6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ കടുത്ത തെറ്റുതിരുത്തൽ നടപടികൾക്ക് ശുപാർശ ചെയ്ത് CPM കേന്ദ്ര കമ്മിറ്റി. കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങി ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെയാണ് നടപടി. കേരളത്തിലെ പ്രവർത്തനത്തിൽ തിരുത്തൽ വരുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് CPM കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചത്. KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെ MA ബേബിക്ക് ഒരു വിഭാഗം പരാതിയും നൽകി. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, ഈ തെറ്റുതിരുത്തൽ പ്രോസസ് തുടങ്ങിയതിന് പിന്നാലെ ചേർന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ ഏതൊക്കെ ജില്ലാ സമിതികൾക്കെതിരെ കാര്യമായ പരാതി ഉയർന്നു, ഏതൊക്കെ ജില്ലാ സമിതികളാണ് കാര്യമായി തിരുത്തേണ്ടത്, ആ തിരുത്തൽ പ്രോസസ്സ് എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കാണ് ഇപ്പോൾ ഇത്തരമൊരു ശുപാർശ നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ അടക്കം 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ കടുത്ത തെറ്റുതിരുത്തൽ നടപടികൾക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി യോഗം. തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഈ ജില്ലാ കമ്മിറ്റികൾക്ക് ഉണ്ടായിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് നിലവിൽ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തോൽവിക്ക് കാരണമായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എത്തിയിരിക്കുന്നത്. വിശദമായിട്ട് തന്നെ 3 ദിവസം ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായിട്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തിരുന്നു. കേരളത്തിലെ തോൽവി വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തത്. ആ യോഗത്തിൽ അവസാന ദിവസമാണ് ഈ 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ കടുത്ത തെറ്റുതിരുത്തൽ നടപടികൾക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ക്രിയാത്മകമായ സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്നുകൂടി ഒരു നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയും ചില വിമർശനങ്ങൾ ഉണ്ടായതായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നേരിട്ട് പേരെടുത്ത് പരാമർശിക്കാതെയുള്ള വിമർശനമാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ തെറ്റുതിരുത്തൽ നടപടികളടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ MA ബേബിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആരാണ് എന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ബേബിക്ക് പരാതി ലഭിക്കുകയും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ ഒരു വിശദീകരണമായി നൽകിയിരുന്നത് അത് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് എന്നുള്ളൊരു മറുപടിയാണ് തിരിച്ച് MA ബേബിക്ക് ലഭിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ കൂടുതൽ ഇതിൽ എന്ത് നടപടിയാണ്? ഓൾറെഡി ഈ 6 ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഒന്ന് കണ്ണൂരാണ്. പുറമെ സെക്രട്ടറിക്കെതിരെ പ്രത്യേകമായ പരാതിയും പോകുന്നു. അങ്ങനെങ്കിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ കാര്യമായ നടപടിയിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ സെക്രട്ടറി അടക്കം മാറ്റുന്ന രീതിയിലേക്ക് കാര്യമായ പൊളിച്ചെഴുത്തിലേക്ക് പോകുന്നു എന്ന സൂചന ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നൽകുന്നുണ്ടോ? KK രാഗേഷിനെതിരെ ഒരു പരാതിയാണ് നിലവിൽ MA ബേബിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഒരു വിശദീകരണം തേടാനും അതിൽ അന്വേഷിക്കാനുമായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആ പരാതി MA ബേബി കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ അവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഒരു വിഭാഗം പ്രത്യേകമായ MV ഗോവിന്ദനെയും പിണറായി വിജയനെയും എല്ലാം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഈ KK രാഗേഷിനെതിരെ ഇത്തരമൊരു പരാതി അവിടെ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ ഒരാളിൽ നിന്ന് ആ പരാതി പോയി എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകണമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഈ 6 ജില്ലകളിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ പാർട്ടിയുടെ ശൈലിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം. ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകണം. പാർട്ടിയുടെ അടുത്ത് നിന്നിരുന്ന ചില ഗ്രൂപ്പുകൾ പാർട്ടിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള നിർദ്ദേശവും കൂടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നൽകിയിട്ടുണ്ട്. യോഗം ഉച്ചയോടുകൂടി അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യും. 3 മാസത്തിൽ ഒരിക്കലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം കൂടി ചേരുകയും ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുകയും ചെയ്തിരുന്നു.